ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസികാരോഗ്യത്തെപ്പറ്റി ഒരു പഠനം നടത്തിയ നിമാൻസിലെ അവർ പറഞ്ഞൊരു കണക്കിങ്ങനെയാണ്: 3.5% ഇന്ത്യൻ പോപ്പുലേഷൻ പല രീതിയിലുള്ള സ്ട്രെസ്, ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് അടിമകളാണ് എന്നാണ്. നിങ്ങളോർക്ക് 3.5% അല്ലേ? ഇത് വലിയൊരു സംഖ്യയാണ്. ഏകദേശം 40 മില്യൺ ഇന്ത്യക്കാർ ആണ് മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നത്. ഇതേ പഠനം വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, 19 വയസ്സിനും 29 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ കൂടുതൽ അനുഭവിക്കുന്നത് എന്ന്. സ്ത്രീകളാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതൽ ആകുലരായി ഇരിക്കുന്നത് എന്നും പറയുന്നു. ഫിയർ, ഭയം, ഇത് കേൾക്കുമ്പോഴേ പേടിയല്ലേ? ഫോൾസ് എവിഡൻസ് അപ്പിയറിങ് റിയൽ എന്നാണ് അതിൻ്റെ ഒരു അബ്രിവേഷൻ ഞാൻ വായിച്ചത്. റിയൽ അല്ലാത്തൊരു കാര്യം അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ. നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ, വാർത്തകൾ വായിക്കുമ്പോൾ സമാധാനമില്ല, യുദ്ധങ്ങളാണ്, ജീവിതത്തിൽ കോൺഫ്ലിക്റ്റുകളുണ്ടാകുന്നു, അരാജകത്വമാണ് ലോകം മുഴുവനും. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് ഐഡൻറ്റിറ്റി ക്രൈസിസ്, കുടുംബ ബന്ധങ്ങളിലെ ശിഥിലമായ അവസ്ഥകൾ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, രോഗങ്ങൾ, പണപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ സമൂഹത്തിൽ കാണുവാൻ കഴിയുന്നു. പിന്നീട് നമുക്ക് കാണുവാൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വി ആർ ഫീലിംഗ് റിജക്റ്റഡ് ആൻഡ് ലോൺലി. നമ്മളെപ്പോഴും ഒറ്റപ്പെടുത്തലുകൾ കൊണ്ട് നിരാശയോടെ ഇരിക്കുന്ന ആളുകളാണ്. ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയപ്പെടുമോ എന്നുള്ള ഭയമുള്ള ആളുകൾ, നാളെയെ അതിജീവിക്കുവാൻ ഭയപ്പെട്ടിരിക്കുന്ന ആളുകൾ. ഈ ലിസ്റ്റുകൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. നമുക്ക് ചുറ്റും ഭയപ്പെടാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഭയപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. 43 സങ്കീർത്തനം 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ ഒന്നാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ വകയായതുകൊണ്ട് ഭയപ്പെടേണ്ട. രണ്ടാമത് കാണുവാൻ സാധിക്കുന്നത്, നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ദൈവം നമ്മോട് കൂടെയുണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ട. മൂന്നാമത്, ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം, എന്നാൽ ദൈവം സർവശക്തനാണ്. ദൈവത്തെ ഒരിക്കലും നമുക്ക് സർപ്രൈസ് ചെയ്യാൻ കഴിയത്തില്ല, ദൈവത്തെ ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല, കാരണം ദൈവം സർവശക്തനാണ്. ലോകത്തിന് ചുറ്റും നാം നോക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന പലതും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈതലിനോട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നീ ഭയപ്പെടാതിരിക്കുവാനുള്ള കാരണങ്ങൾ എന്ത്? ഞാൻ ദൈവത്തിൻ്റെ വകയാണെന്ന് തിരിച്ചറിയുക. എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ദൈവം എപ്പോഴും എന്നോട് കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുക. എനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളെ ദൈവത്തിന് നിയന്ത്രിക്കാൻ കഴിയും, കാരണം ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988 022 1957.